മാലിന്യം നിറഞ്ഞ കോഴിക്കോട് ആവിക്കൽ തോടിന് ഒടുവിൽ ശാപമോക്ഷമാകുന്നു. തോട് നവീകരിക്കാൻ 3 കോടിയുടെ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതിക്ക് 60 ലക്ഷം ഉടൻ നൽകാനും തീരുമാനമായതോടെ പ്രദേശവാസികൾ ആഹ്ലാദത്തിലാണ്. മലിനമായ ആവിക്കൽ തോടിന്റെ മുഖം മിനുക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തിയതോടെ പ്രദേശം ഒന്നാകെ പ്രതീക്ഷയിലാണ്. നഗരത്തിന്റെ മാലിന്യം മുഴുവൻ പേറി ദുരിതം നേരിടുന്ന തോട് വൃത്തിയാക്കി സ്ലാബ് വാർത്തെടുക്കുന്നതിലൂടെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും രക്ഷ നേടാമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ 3 കോടി രൂപ വിലയിരുത്തിയെന്ന് മാത്രമല്ല 60 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് അത് വർക്ക് തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇത് വളരെ ഭംഗിയായി വേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല നിലയിൽ പോകുന്ന ഒരു തോടാണിത്. ജനവാസം വർദ്ധിച്ചു. ഇവിടുത്തെ ജനങ്ങളല്ല, പുറത്തുനിന്ന് വരുന്ന ആളുകൾ രാത്രി സമയങ്ങളിൽ ഈ തോടിനെ അശുദ്ധമാക്കാനുള്ള, തോടിനെ മോശമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനുള്ള രീതിയിലാണ് കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ട് ഡബ് ചെയ്യുന്നത്. എല്ലാ ഡ്രെയിനേജ് മാലിന്യവും ഒഴുകിയെത്തുന്ന ആവിക്കൽ തോടിലേക്ക് STP പ്ലാന്റും സ്ഥാപിക്കാൻ ഒരുങ്ങിയ കോർപ്പറേഷൻ നടപടി നേരത്തെ വൻ പ്രക്ഷോഭങ്ങൾക്കാണ് വഴിയൊരുക്കിയിരുന്നത്. നിരന്തര സമരത്തിനൊടുവിൽ STP പ്ലാന്റ് പദ്ധതിയിൽ നിന്നും അധികൃതർ പിന്മാറിയതിന് പിന്നാലെയാണ് ആവിക്കൽ തോടിന്റെ ദുരിതമകറ്റാൻ UDF സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. നവീകരണം യാഥാർത്ഥ്യമാകുന്നതോടെ കൊതുകും പകർച്ചവ്യാധികളും നിറഞ്ഞ ദുരിത ജീവിതത്തിനോട് വിട പറയാമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, കോഴിക്കോട്.